ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ ചെറുകിട ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 1-2 റോ മെറ്റീരിയൽസ് കൂട്ടിക്കലർത്തി ബോട്ടിൽ ചെയ്ത് വിൽക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് പറയുന്നത്. ഈ പ്രോഡക്റ്റ് വളരെ അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ്. നിരന്തരം പല സ്ഥാപനങ്ങൾക്കും ഇത് ആവശ്യമാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ഹോസ്പിറ്റലുകളിൽ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഹോട്ടലുകൾക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ്. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ്. പിന്നെ നമ്മുടെ ലോഡ്ജുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ആളുകൾ വന്ന് സ്റ്റേ ചെയ്ത് പോകുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ്. കൂടാതെ വീടുകളിലും അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ചെറിയ അളവിൽ ഉണ്ടാക്കുന്ന ഒരു ഫോർമുല ഇവിടെ പറയുന്നുണ്ട്. ആ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് മാർക്കറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ചെറിയ ബിസിനസ് ഐഡിയകളാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ ബിസിനസ് ഐഡിയയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾക്ക് ഈ ചാനൽ നിരന്തരം കാണുന്ന കുറേ ആളുകളുണ്ട് എന്നെനിക്കറിയാം. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നല്ലതോ ചീത്തയോ എന്തുമാവട്ടെ, നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സഭ്യമായ ഭാഷ ഉപയോഗിക്കണം എന്ന് മാത്രം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ പ്രോഡക്റ്റ് ആണ് ബ്ലാക്ക് ഫിനൈൽ. ഫിനൈലിൻ്റെ തലതൊട്ടപ്പൻ, അതായത് സാധാരണ നമുക്ക് വൈറ്റ് ഫിനൈലാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാറുള്ളത്. എന്നാൽ ഈ വൈറ്റ് ഫിനൈൽ ഉണ്ടാക്കുന്നതിന് ബ്ലാക്ക് ഫിനൈൽ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ വൈറ്റ് ഫിനൈൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് ഫിനൈലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. സോഫ്റ്റ് സോപ്പ് വേണം. ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. സോഫ്റ്റ് സോപ്പ് വേണം 250 ഗ്രാം. ക്രിയോസോട്ട് വേണം 750 മില്ലി. പിന്നെ വേണ്ടത് നമുക്ക് ചൂട് വെള്ളമാണ്. തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് ആറിയ വെള്ളമാണ് വേണ്ടത് 250 മില്ലി. ഈ 3 സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ സോഫ്റ്റ് സോപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഇടണം. അതൊന്ന് അലുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ക്രിയോസോട്ടും ഇട്ട് നന്നായിട്ട് ലയിപ്പിച്ച് എടുത്താൽ മാത്രം മതിയാകും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്കൊരു വലിയ ജാറ് വേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. ആ ജാറിലേക്ക് ഇങ്ങനെ ചെയ്യുക. അതിനൊരു ചെറിയ ആ ഫോർമേഷൻ്റെ സമയത്ത് ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ കാണും. അതൊന്ന് ആറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോട്ടിലിൽ പാക്ക് ചെയ്ത് വിൽക്കാവുന്നതാണ്. നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ വില, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിൽക്കാവുന്നതാണ്. അത് നിങ്ങൾ കെമിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ബ്ലാക്ക് ഫിനൈൽ വാങ്ങിക്കുക. 1/2 ലിറ്റർ, 1 ലിറ്റർ അങ്ങനെ കിട്ടാറുണ്ട്. ഒരു ബ്ലാക്ക് ഫിനൈൽ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ സാധനത്തിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കുക. ഈ ബ്ലാക്ക് ഫിനൈലിൽ നിന്നാണ് വൈറ്റ് ഫിനൈൽ ഉണ്ടാകുന്നത്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ആനുപാതികമായിട്ടുള്ള വെള്ളം ചേർത്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കെമിക്കൽസ് എല്ലാം തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ കെമിക്കൽ ഷോപ്പുകൾ ഉണ്ടാവും. സോപ്പ് പോലെയുള്ള കെമിക്കൽസിൻ്റെ കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടാവും. അവിടെ കൃത്യമായിട്ട് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.